ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായില്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ല പനിയായിരുന്നു. ഒരാഴ്ച നീണ്ടു നിന്ന പനിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് റിക്കവറായി വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ലായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവും അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ആവുന്ന വീഡിയോസ് തന്നെ ചെയ്യാമെന്ന്. അപ്പോഴാണ് നമുക്ക് ഹെയർ കെയർ വീഡിയോകളൊരു ഓപ്ഷൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണാൻ നേരത്തെ നിങ്ങൾ ഫോണോ അല്ലെങ്കിൽ ബുക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു റൊട്ടീൻ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിന് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കാണുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാൻ, കാരണം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് മുടി ചീകുന്നതായിട്ട് റിലേറ്റഡ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുടി ചീകുന്നത് രാവിലെയും രാത്രിയും എന്തായാലും നിങ്ങൾ മുടി ചീകരിക്കണം. നിങ്ങൾ തല കുളിച്ചോ ഇല്ലയോ അതൊന്നും മാറ്റർ അല്ല, എന്തായാലും രാവിലെ രാത്രി നിങ്ങൾ മുടി ചീകണം. അപ്പോൾ ചീകുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്കാൽപ്പ്. നമ്മുടെ ഈ തല ഓട്ടിയുടെ ഭാഗമാണ് സ്കാൽപ്പ്. ഇതാണ് നമ്മുടെ മുടിയുടെ സ്ട്രാൻഡ്. നമ്മളെപ്പോഴും സ്ട്രാൻഡ് നമ്മൾ ചീകാറുണ്ട് അല്ലേ, സ്ട്രാൻഡിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ ചീകാറുണ്ട്. പക്ഷേ സ്കാൽപ്പിൽ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ശരിക്കും മുടി വളർന്നു വരേണ്ടത് ഈ ഒരു പോയിന്റിൽ നിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സ്കാൽപ്പിൽ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. എന്നാലും നമ്മൾ മുടി ചീകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന്. ആ ഒരു കുറച്ച് പ്രഷർ കൊടുത്ത് ഇവിടെ നമ്മൾ നല്ലോണം ഇങ്ങനെ ചീകണം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നല്ല ബ്ലഡ് സർക്കുലേഷൻ വരാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം രാവിലെയും രാത്രിയും നിങ്ങൾ എന്തായാലും ചീകരിക്കണം മുടി. മെയിനായിട്ട് ഇവിടെ ചീകണം, എന്നാലും കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ നിങ്ങൾ ഈ ഒരു ഭാഗത്തും കൂടെ കൊടുക്കണം. പിന്നെ നിങ്ങൾ രാവിലെയും രാത്രിയും ചീകിയിട്ട് മുടി കെട്ടിവെക്കുക. ഒരിക്കലും വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മുടി അഴിച്ചിട്ടേക്കരുത്. ഞാനിപ്പോൾ മുടി അഴിച്ചിട്ടേക്കുന്നത് എനിക്കിപ്പോൾ വീഡിയോ ചെയ്യേണ്ട ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഇട്ടേക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും മുടി കെട്ടിവെക്കുമ്പോൾ നിങ്ങളിപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പിന്നെയാണ് കെട്ടിവെക്കുന്നതെന്നുണ്ടെങ്കിൽ, പിന്നെ കെട്ടിവെക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. പിന്നെയാണ് കെട്ടിവെക്കുന്നതെന്നുണ്ടെങ്കിൽ താഴത്തെ ഭാഗം ഇങ്ങനെ അഴിച്ചിട്ടേക്കാതെ അതും കൂടെ മടക്കി കൊണ്ടുവന്ന് ബണ്ണിടുക. അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ ഈ അങ്ങനെ അല്ലാതെ അത് അഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിൽ സ്പ്ലിറ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ മുടി ഇവിടെ കൊണ്ടുവന്ന് ബൺ ഷേപ്പിൽ കെട്ടി വെക്കുകയാണെങ്കിൽ ഒരു ക്ലിപ്പ് ഇട്ട് വെക്കുക. നിങ്ങളുടെ ആ താഴത്തെ ഭാഗം, ഈ മുടിയുടെ ഈ എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് ഭാഗം എവിടെയും ഉരസി പോകരുത്. ആ ഒരു ഉരസാത്ത രീതിയിൽ വേണം നിങ്ങൾ വെക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ മുടി ചീകുന്നതിനെ കുറിച്ചുള്ള പോയിന്റ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് ഈ നീം വുഡിൻ്റെയൊക്കെ ചീപ്പ് കിട്ടും, തടിയുടെ ചീപ്പില്ലേ, ആ ചീപ്പാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബ്ലഡ് സർക്കുലേഷൻ വരാനായിട്ട് നല്ലതാണ്. ഇനി അതല്ല നിങ്ങളുടെ നോർമൽ ചീപ്പ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആ ഒരു ചീപ്പ് വാങ്ങാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും ചീപ്പ് വാങ്ങാൻ നേരത്ത് നിങ്ങൾ ജട ഇറക്കാൻ നേരത്തും അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്തും മുടി നമ്മൾ എപ്പോഴും വൈറ്റ് ടൂത്ത്, അതായത് നമ്മളിപ്പം ഈ മുടിയുടെ പല്ലുണ്ടല്ലോ, ഈ പല്ല് തമ്മിലുള്ള ഡിഫറൻസ് കുറച്ചും കൂടെ വലുതായിട്ടുള്ള ചീപ്പ് വേണം വാങ്ങാൻ. അതിങ്ങനെ അടുത്തടുത്ത് പല്ലുള്ള ചീപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വാങ്ങാം. പക്ഷെ മുടി ചീകാൻ നേരത്ത് എപ്പോഴും നമ്മൾ ക്യാഷ്വലായിട്ടൊക്കെ ചെയ്യാൻ നേരത്ത് അതുകൊണ്ട് ചീകിക്കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാഷ്വലായിട്ട് ചെയ്യാൻ നേരത്തും മുടിയുടെ ജട ഇറക്കാൻ നേരത്തും ഒക്കെ കൂടുതലും വൈറ്റ് ടൂത്ത് ഉള്ള ചീപ്പ് വാങ്ങുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മുടി വാഷ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ പേര്, നമ്മുടെ കേരളത്തിലുള്ള മിക്കവരും മുടി എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നവരായിരിക്കും. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ അടുത്ത് വെച്ച് ഞാൻ പറയും അതിൻ്റെ ആവശ്യം ഇല്ലാന്ന്. കാരണം നമ്മുടെ ഈ സ്കാൽപ്പ് പോർഷനിൽ ഓൾറെഡി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഡെയിലി ബേസിൽ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഒരു മിനിറ്റ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ ഇടുമ്പോൾ വിയർക്കുന്നതെന്ന്. ഈ റൂമിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഫാൻ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടന്ന് വിയർക്കുന്നത്. സോറി, അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷിൻ്റെ കാര്യം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി ബേസിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം നമ്മുടെ മുടിക്ക് ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ ഹെയർ വാഷ്, ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും മുടി കൂടുതൽ ഫ്രിസി ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക. ചിലർക്കത് പറ്റത്തില്ല, കാരണം ചിലർ ഓൾറെഡി നമ്മൾ കുഞ്ഞുനാൾ മുതലേ ശീലിച്ച് വന്ന് എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഈ എണ്ണ തേക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്.
പറ്റുന്നവരെന്ത് ചെയ്യുക, ഹെയർ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, കെയർ ചെയ്യണം, ഇങ്ങനെയുള്ള റൊട്ടീൻ ഫോളോ ചെയ്തിട്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല, അങ്ങനെ ഫോളോ ചെയ്താൽ പോരാ എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് കുറയ്ക്കുക. അതായത് ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് ചെയ്യുക. ഇന്ന് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചെയ്യരുത്, അതിൻ്റെ അടുത്ത ദിവസം ചെയ്യാം. അങ്ങനെ. ഇനി അല്ലാത്തവരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാതെ ഒരു കുറച്ച് ദിവസം പിടിച്ചിരിക്കാൻ പറ്റും, കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 days കൂടുമ്പോഴാക്കുക. ഒട്ടും പറ്റാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഓൾട്ടർനേറ്റ് ഡേയ്സിൻ്റെ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇനി ആ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുമ്പോഴും നിങ്ങൾ എണ്ണ യൂസ് ചെയ്ത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണ പോലെ വെള്ളത്തിൽ കഴുകിയാൽ മാത്രം മതി. വെള്ളം നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഓയിൽ ചെയ്ത് തന്നെ ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹെയർ ഓയിൽ ചെയ്ത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓയിൽ ചെയ്യുന്നതിന് എപ്പോൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം മാസത്തിൽ ഞാൻ ഈ പറയുന്ന റൊട്ടീൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം ഒരു മാസത്തിൽ നമുക്ക് 4 Sundays ഉണ്ട്. സൺഡേ ഞാൻ പറയാൻ കാര്യം അപ്പോഴാണ് എല്ലാവർക്കും ലീവ് ഒക്കെ ഉള്ളത്. അപ്പോൾ 4 Sundays ഉണ്ടല്ലോ. ആ 4 Sundays നിങ്ങൾ ഒരു സൺഡേ ഓയിൽ ചെയ്ത് ഷാമ്പു വാഷ് ചെയ്ത് മുടി സെറ്റാക്കി അങ്ങനെ വെക്കുക. അടുത്ത ആഴ്ച എന്തെങ്കിലും പാക്കുകൾ അപ്ലൈ ചെയ്യാം. അതിൻ്റെ അടുത്ത ആഴ്ച വീണ്ടും ഓയിൽ ചെയ്ത് ഷാമ്പു വാഷ് ചെയ്യാം. അതിൻ്റെ അടുത്ത ആഴ്ച വീണ്ടും പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു റൊട്ടീൻ ഫോളോ ചെയ്താൽ നിങ്ങളുടെ മുടിക്ക് ഭയങ്കര രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പം എന്ത് പറ്റും, മാസത്തിൽ 2 വട്ടം മാത്രമേ നമ്മൾ ഓയിൽ ചെയ്ത് ഷാമ്പു വാഷ് ചെയ്ത് കളയുന്നുള്ളൂ. പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഷാമ്പു വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് മുടി ഇപ്പോൾ കളർ ചെയ്യുന്ന പാക്കല്ലേ, ഹെന്ന പോലത്തെ പാക്കൊക്കെ ആണെങ്കിൽ കൂടുതലും ഷാമ്പു വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. താളിയൊക്കെ വെച്ച് നിങ്ങൾ കഴുകുകയാണെങ്കിൽ ഷാമ്പു വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അല്ലാതെ നിങ്ങൾ ഓയിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഷാമ്പു വാഷ് ചെയ്ത് കളയണം. അപ്പം നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ ഒരു മാസത്തിൽ 2 വട്ടം നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നുള്ളൂ, 2 വട്ടം നമ്മൾ ഓയിലും യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രത്തോളം നമ്മുടെ മുടിക്ക് അത് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ വാഷ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓയിൽ യൂസ് ചെയ്താണ് നിങ്ങളുടെ മുടി കഴുകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്തിരിക്കണം. അതിൻ്റെ കാരണം ഇപ്പം നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിൽ എടുക്കുക, എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അതിലോട്ട് ഫുള്ള് പൊടി വന്ന് അട്രാക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേ കേസാണ് നമ്മുടെ മുടിയിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മളത് കഴുകിക്കളയാതെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പൊടിയെല്ലാം വന്ന് നമ്മുടെ തലയുടെ സ്കാൽപ്പിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ട് അവിടെ പൊടി അഴുക്കൊക്കെ ഇരുന്ന് നമുക്ക് ഇറിറ്റേഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. ഇനി ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. ഈ ഷാമ്പു നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? സ്കാൽപ്പിലാണ്. സ്കാൽപ്പിൽ മാത്രമേ ഷാമ്പു അപ്ലൈ ചെയ്യുള്ളൂ. ഒരിക്കലും മുടിയുടെ സ്ട്രാൻഡ്സ് ഭാഗങ്ങളിൽ നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്യാനേ പാടില്ല. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഭാഗത്ത് നല്ലോണം ഷാമ്പു ഷാമ്പു എപ്പോഴും എനിക്കറിയാം കൂടുതൽ പേരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, എന്നാലും ഞാനൊന്ന് പറയാം, അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഷാമ്പു ഡയല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഷാമ്പു എപ്പോഴും നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അതും സ്കാൽപ്പ് പോർഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളത് കഴുകിക്കളയാൻ നേരത്ത് നമ്മുടെ മുടിയുടെ ബാക്കി ഭാഗത്തും കൂടി ഇങ്ങനെ പറ്റിച്ച് ഇങ്ങനെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് ഷാമ്പു എടുത്ത് സ്ട്രാൻഡ്സിൽ അപ്ലൈ ചെയ്യരുത്. ഈ മുടിയുടെ മുകൾ ഭാഗത്ത് കഴുകിക്കളയാൻ നേരത്ത് അതിങ്ങനെ മുടിയിലോട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങി അങ്ങനെ കഴുകിയാലും കുഴപ്പമില്ല. അല്ലാതെ ഡയറക്റ്റായിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇനി കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത്, കണ്ടീഷണർ നമ്മൾ എപ്പോഴും മുടിയുടെ സ്ട്രാൻഡ്സിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിൻ്റെ ഏരിയയിൽ കണ്ടീഷണർ പറ്റാനേ പാടില്ല. അപ്പോൾ ഈ 2 പോയിന്റ് ഇങ്ങനെ ചെയ്യാത്തവരാണ്, നിങ്ങൾ ഷാമ്പുവും ബാക്കി എല്ലാ സ്ട്രാൻഡ്സിലും അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ കണ്ടീഷണർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോഴും നിർത്തിക്കോണം. അത് നിങ്ങളുടെ ഹെയറിന് ഭയങ്കര ഡാമേജ് ആണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം മുടിയിലെ വെള്ളമെല്ലാം നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞ് ഒന്ന് ഡ്രൈ ആക്കുക വെച്ചാൽ തോർത്തി അങ്ങനെ ആക്കാനല്ല, ചെറുതായിട്ടൊന്ന് ആ വെള്ളം ഇറ്റ് വീഴുന്ന ഒരു സ്റ്റേജിൽ നിങ്ങളൊന്ന് മാറ്റിയെടുക്കുക, പിഴിഞ്ഞ് കളഞ്ഞെടുക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാവുള്ളൂ. ഓക്കെ. കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നതിന് ഒരു അഡീഷണൽ പോയിന്റും കൊണ്ടുണ്ട്. നിങ്ങൾ ഒരു ചീപ്പ് മാറ്റി വെച്ചിട്ട് ആ ഒരു ചീപ്പ് ഇതിന് വേണ്ടി എടുക്കുക. ആ ചീപ്പ് വെച്ചിട്ട് നിങ്ങൾ കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചീകുക. അപ്പം ആ കണ്ടീഷണർ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് ആ ഒരു ചീകുന്നതും കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പക്ഷെ വേറെ കാര്യം ശ്രദ്ധിക്കണം, നനഞ്ഞ മുടി ചീകാൻ പാടില്ല എന്ന് പറയും. ശരിയാണ്, നനഞ്ഞ മുടി ചീകാൻ പാടില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ സ്ട്രാൻഡ്സ് കുറച്ചൊന്ന് സ്മൂത്തായി ഇരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചീകിയാൽ ഒരുപാട് ജട വന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയില്ല. അല്ലാത്ത സമയത്ത് നമ്മുടെ മുടി നനഞ്ഞിരിക്കുമ്പോൾ ചീകി കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നനഞ്ഞ മുടി നിങ്ങൾ ചീകാനേ പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം? ആകെപ്പാട് നമ്മളിപ്പോൾ മാസത്തിൽ 2 വട്ടം ഓയിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്യണ്ടേ?
അതുകൊണ്ട് നിങ്ങൾ ഓരോ സെക്ഷനോട്ടും മുടിയായിട്ടുള്ള ഇങ്ങനെ എടുത്തിട്ട് ആ മുടിയിൽ നമ്മൾ അവിടെ നല്ല രീതിയിൽ ആ സ്കാൽപ്പ് പോർഷനിൽ ഇങ്ങോട്ടൊന്നും ഭയങ്കര രീതിയിൽ ഓയിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു സ്കാൽപ്പിൻ്റെ ഏരിയയിൽ നല്ല രീതിയിൽ ഓയിൽ ഇങ്ങനെ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ മസാജിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് വേണം ഓയിൽ അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് നിങ്ങളൊരു 20 മിനിറ്റ് വല്ലാതെ വെച്ചേക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്ത് കഴുകിക്കളയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ വാഷിൻ്റെ റൊട്ടീൻ മനസ്സിലായാലും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ മുടി വാഷ് ചെയ്തതിന് ശേഷം കെയർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മുടി നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ മുടി തോർത്തുന്നത്? നമുക്കറിയാം പണ്ടത്തെ കാലത്ത് തൊട്ടേ നമ്മൾ മുടി തോർത്തുന്നത് ഈ തോർത്തെടുക്കുക, മുടി അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്ത് മുടിയെ ഇട്ട് അടിച്ചടിച്ച് നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ നമുക്ക് മുടിയെ ദ്രോഹിക്കാൻ പറ്റും അതെല്ലാം ചെയ്തിട്ട് ഇവിടെയൊക്കെ നല്ലോണം ഇങ്ങനെ ഇട്ട് കുടഞ്ഞ് തല ഒരു പരിവാക്കിയിട്ടാണ് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒന്നും ചെയ്യരുത് നമ്മുടെ മുടിയോട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അറിയോ, നമ്മുടെ ഈ മുടിയുടെ ഈ ഓരോരോ ഭാഗങ്ങളിൽ നിന്ന് നീളം കുറഞ്ഞത് പൊട്ടി പോകും. ആ മുടി കെട്ടി വെക്കുമ്പോൾ ആ ചില പൊട്ടിയ മുടികൾ ഇങ്ങനെ എടുത്തെടുത്ത് നിൽക്കും. ഞാനും അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാണ്, സത്യമാണ്, ഞാനും അങ്ങനെ ആയിരുന്നു പണ്ട് മുടി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് മാറ്റി വരുന്നുണ്ട്. നമ്മൾ പണ്ട് അങ്ങനെ ചെയ്ത് ശീലിച്ചോടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ തോർത്ത് കൈ കിട്ടുക അല്ലെങ്കിൽ ടവൽ കൈ കിട്ടുക നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ടവൽ എടുക്കാം. ടവൽ എടുത്തിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം മുടി നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഡാബ് മാത്രം ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഡാബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് ആ ഒരു വെള്ളം ഇറ്റ് വീഴുന്ന ഒരു സ്റ്റേജിൽ നിന്ന് മാറിക്കിട്ടും. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാത്രം ചെയ്താൽ മതി, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം ചെയ്താൽ മതി. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഇട്ട് ചെയ്യരുത് മുടിയെ. ഓക്കെ, എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മൾ മുടി മുകളിലോട്ട് കെട്ടി അങ്ങ് വെക്കണം. നിങ്ങൾക്ക് ഈ മൈക്രോ ഫൈബറിൻ്റെ ഒക്കെ ടവൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെള്ളം അതിലോട്ട് നല്ലോണം അബ്സോർബ് ചെയ്തങ്ങ് എടുത്തോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ടവൽ ഉള്ളതുണ്ടെങ്കിൽ അതായാലും മതി. നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മുടി കെട്ടി വെച്ചിരുന്നാൽ മതി. ഒരിക്കലും മുടി നമ്മൾ ഇങ്ങനെ ചെയ്യരുത്. അത്രത്തോളം ഡാമേജ് ആക്കുന്ന ഒരു സംഭവമില്ല. നമ്മൾ അങ്ങനെ ഡാമേജ് ആക്കരുത് മുടി. ഓക്കെ, അതാണ് ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ്. നമ്മൾ മുടി കെട്ടി വെച്ചേക്കത്തില്ലേ, ആ കെട്ടി വെച്ചിട്ട് നമ്മൾ ആ കെട്ട് മാറ്റുമ്പോൾ നമ്മൾ മുടിയിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു നനവ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു നനവുള്ള സ്റ്റേജിലാണ് നമ്മൾ എപ്പോഴും സിറം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മുടെ മുടിയിലോട്ട് ആ സിറം നല്ല രീതിയിൽ ആവാനായിട്ട് ഹെൽപ്പ് ആവുക. പിന്നെ ആ സിറവും നമ്മൾ ഒരിക്കലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മളെ സ്ട്രാൻഡ്സിൽ മാത്രമേ അപ്ലൈ ആവുള്ളൂ. നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ മുടി ഷൈനായിട്ട് നിൽക്കാനും അങ്ങനെയുള്ള സിറംസ് കാണുമല്ലോ, അതൊക്കെ നമ്മൾ ഈ മുടിയുടെ ഈ ഒരു സ്കാൽപ്പിൻ്റെ പോർഷനിൽ മാത്രമേ അപ്ലൈ ആവുള്ളൂ. ഈ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സിറം ഉണ്ട്, ആ സിറമൊക്കെ നമ്മൾ ഈ മുടിയുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഈ സ്കാൽപ്പും സ്ട്രാൻഡ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഞാനത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഓക്കെ, ഇനി പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പാക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ആഴ്ചയിൽ 4 ദിവസം മറ്റേ ദേവസേന വിരൽ 4 എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 4 ദിവസം, ആ 4 ദിവസങ്ങളിൽ ഒരു ദിവസം ഓയിൽ ഷാമ്പു വാഷ്, അടുത്ത ദിവസം പാക്ക്, വീണ്ടും ഓയിൽ ഷാമ്പു, അടുത്ത ദിവസം പാക്ക്, അങ്ങനെ ഇടാം. ഈ മുടി കൊഴിച്ചിൽ ഒരുപാടുള്ളവരാണെങ്കിൽ ഒരിക്കലും ഈ പാക്ക് ഒരുപാട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. പാക്ക് അപ്ലൈ ചെയ്യരുതെന്നല്ല, ഒരുപാട് ഫ്രീക്വൻ്റ് അപ്ലൈ ചെയ്യരുത്. കാരണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തത് കഴുകിക്കളയാൻ കുറച്ചുകൂടെ നമുക്കൊരു എനർജിയൊക്കെ വേണ്ടി വരും. കുറച്ചുകൂടെ നമ്മൾ മുടി നല്ലോണം കഴുകി കളയേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ മുടി വീണ്ടും കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പാക്ക് അപ്ലൈ ചെയ്യാം, ഫ്രീക്വൻ്റ്ലി അപ്ലൈ ചെയ്യരുത്. ഒന്ന് കുറച്ചിപ്പം ഈ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അങ്ങനെ വല്ലതും മാത്രം പാക്ക് അപ്ലൈ ചെയ്തിരുന്നാൽ മതി. അപ്പം പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം ഹെന്നയുടെ പാക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഈ DIYs ഒക്കെ ട്രൈ ചെയ്യാമല്ലോ. അങ്ങനെയുള്ള പാക്കൊക്കെ നിങ്ങളുടെ സ്കാൽപ്പിന് ചേരുന്നതാണോ നോക്കിയിട്ട് വന്ന് ട്രൈ ചെയ്യാവുള്ളൂ. നമ്മുടെ സ്കിന്നിനെ പോലെ തന്നെ സ്കാൽപ്പിനും ഉണ്ട്, ഡ്രൈ സ്കാൽപ്പ് ഉണ്ട്, ഓയിലി ആയിട്ടുള്ളവരുണ്ട്. ഇപ്പം നമ്മുടെ സ്കിന്ന് ഓയിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തല അങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. പല ഡിഫറൻ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അപ്ലൈ ആവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് റോസ്മേരി അപ്ലൈ ചെയ്യാം കേട്ടോ. റോസ്മേരിയെ കുറിച്ച് ഞാൻ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാനത് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നുള്ളൂ. അതിൻ്റെ റിസൾട്ട് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാറായിട്ടില്ല. അപ്പോൾ അത് മനസ്സിലായിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയാലേ എനിക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ പക്ഷേ എന്നാലും ഒരുപാട് റിവ്യൂസ് കേട്ടത് വെച്ചിട്ട് അത്യാവശ്യം നല്ലതാണ്. എനിക്കത് യൂസ് ചെയ്യുമ്പോഴും ഞാൻ ഒരാഴ്ച യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്കൊക്കെ നല്ലൊരു സുഖമാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയണ്ടേ, ഒരു ഫ്രഷ് ഫീലിങ്ങും അങ്ങനെയൊക്കെയാണ്. നമുക്ക് മുടിക്ക് വേണ്ടി എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ നമ്മൾ നല്ല കാര്യങ്ങൾ മുടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും.
അപ്പം എനിക്ക് എന്തായാലും പോസിറ്റീവ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. മുടി വളരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ആ ഡിഫറൻസ് ഞാൻ അതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ ആ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാഴ്ചയല്ലേ ആയുള്ളൂ, നമുക്ക് അതിനുള്ള ഡിഫറൻസ് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ റോസ്മേരി ഇതാ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബോട്ടിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിൽ ഒരാഴ്ച കൊണ്ട് തീരും. നമ്മൾ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ഇത് തീരും. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ സ്റ്റോർ ചെയ്യാം. ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എൻ്റെ ചാനലിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ എല്ലാം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ റിവ്യൂ, പിന്നെ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ്ലി ഒരു വീഡിയോ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആ വീഡിയോയും കൂടെ അതിടുമ്പോൾ കാണാം കേട്ടോ. ഹീറ്റ് യൂസ് ചെയ്യുന്നവർ, നിങ്ങൾ ഓൾറെഡി മുടിയിൽ ഇപ്പം ഹീറ്റിനായിട്ട് എന്തെങ്കിലും ഇപ്പം സ്ട്രൈറ്റ് ചെയ്യോ കേളി അങ്ങനെ മുടി നിങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ അല്ലെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സിറമോ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തായാലും ഹീറ്റ് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുടിക്കത് ഭയങ്കര ഡാമേജാണ്. സ്റ്റൈലിങ് ചെയ്യുന്നവർക്കാണ് കേട്ടോ, സ്റ്റൈൽ ചെയ്യുന്നവർക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഹീറ്റ് പ്രൊട്ടക്റ്റിങ്ങിൻ്റെ സംഭവങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഹെയറിൻ്റെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ കെയറിൻ്റെ ബേസിക് ടിപ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം നിങ്ങളുടെ മുടിയിൽ മനസ്സിലാകും കേട്ടോ. എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. എനിക്കിപ്പോൾ തന്നെ എൻ്റെ മുടിയിൽ തൊട്ടൊക്കെ നോക്കുമ്പോൾ എന്തോ മുടി ഇതിനുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് എൻ്റെ മുടിക്ക് ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് വന്നതായിരുന്നു. ഇപ്പോൾ നമുക്ക് തൊടുമ്പോൾ എന്തൊക്കെയോ നമ്മുടെ മുടിയിൽ വീണ്ടും ഒന്ന് റീഗ്രോത്തായി വരുന്നുണ്ടെന്നുള്ള തോന്നൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെ ആയിരിക്കണം, ഷാമ്പു അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ വീഡിയോസ് എനിക്കിനി ഉടനെ തന്നെ ഇടണമെന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ റിയാക്ഷൻ എന്തായിരിക്കും, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, എൻ്റെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നും ഒക്കെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്ത് ആ കമൻറ്റിലൂടെ കണ്ടാലേ, കമൻറ്റിലൂടെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഒരു പ്രോത്സാഹനം ആവത്തുള്ളൂ. എനിക്കത് കണ്ടാൽ മാത്രമേ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ ഡൗട്ട്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്, അതൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ അതേപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, നിങ്ങൾക്ക് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഹെയർ കെയർ ടിപ്സ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് കാണുമ്പോൾ അവർക്കും കൂടെ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിരിക്കുമല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലുള്ള ഇൻഫർമേറ്റീവും എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈഡിലൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടി അത് കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ വീഡിയോസ് കാണുന്നതിനകത്ത് 95% ആൾക്കാർ മൊത്തം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. ഓക്കെ, അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ പ്രസൻറ്റേഷനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആയി, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ എന്തെങ്കിലും ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ സീ ഓൾ ദേർ, ടാറ്റാ.